പ്രിയമുള്ളവരെ, ആനന്ദം യൂട്യൂബ് ചാനലിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയും കേൾക്കുകയും ചെയ്യുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ നാളുകളിൽ നമ്മളെല്ലാം ദുഃഖിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്ന നാളുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. മറ്റൊന്നുമല്ല, ലഹരി വസ്തുക്കൾക്കടിമയായ യുവക്കളും ഒരു സമൂഹം ഇതിൻ്റെ ഗൗരവവും തെറ്റും മനസ്സിലാക്കാതെ തങ്ങളുടെ ജീവിതം നശിപ്പിക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, ഓരോ മതഗ്രന്ഥങ്ങളിലും മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റ് അസാൻമാർഗികതയ്ക്കുമൊക്കെ എതിരെ അരുത് എന്ന് പഠിപ്പിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുകയാണ്. എല്ലാവിധ തിന്മകൾ, വ്യഭിചാരം, പിടിച്ചുപറി, പരസംഗമം, സർവ്വതിന്മകളുടെ കൂട്ടത്തിൽ മദ്യപാനത്തെ പെടുത്തിയിരിക്കുക. വിശുദ്ധ ഗ്രന്ഥം വളരെ വ്യക്തമായിട്ട് അടിവരയിട്ട് പറയുകയാണ്, മദ്യപാനി ഒരിക്കലും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ആരാണ് ഈ മദ്യവും മയക്കുമരുന്നുകളും ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ഇന്ന് ഈ സമൂഹത്തിൽ ഇതിൻ്റെ ദൂഷ്യവശം മനസ്സിലാക്കാതെ അതിനെ സ്നേഹിച്ച് നടക്കുന്നതെന്ന് ചോദിച്ചാലും ഈ മതവിശ്വാസികൾ തന്നെയാണ്. ഇത് തിന്മയാണ്, ഇത് തെറ്റാണ് എന്ന് പറയുമ്പോൾ അതൊന്ന് അംഗീകരിക്കുവാനായിട്ട് വിഷമമാണ്. പണ്ട് ബ്രാൻഡ് കഴിച്ചാൽ, ചാരായം കഴിച്ചാൽ, കഞ്ചാവ് ബീഡി വലിച്ചാൽ നമുക്കതിൻ്റെ അടുത്ത് വരുമ്പോൾ നമുക്ക് സ്മെല്ല് കിട്ടി, ഇവൻ മദ്യപിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കഞ്ചാവ് അടിച്ചിട്ടുണ്ട്, ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചാലാണെങ്കിൽ നമുക്ക് അതിൻ്റെ സ്മെല്ല് നോക്കി മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വഴിപഴപ്പിക്കുവാൻ MDMA പോലുള്ള വസ്തുക്കൾ, ലഹരി വസ്തുക്കൾ ഒരു സ്മെല്ലും കൂടാതെ ഇത് ഉപയോഗിക്കുന്നവർ ഒരു മനുഷ്യനും അറിയാതെ മയങ്ങി ഇത് ഉപയോഗിച്ച് നടക്കുകയാണ്. അവരുടെ ജീവിതം അതോടുകൂടി അവസാനിക്കുകയാണ്. സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ, ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പോലും ഇത് ഉപയോഗിക്കുകയും ഇതിൻ്റെ കാര്യരന്മാരായിട്ട്, വാഹകരായിട്ട് മാറുകയും ചെയ്യുകയാണ്. ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒരാളെയും ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരു സമൂഹത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഈ തിന്മ നമ്മുടെ യുവാക്കളുടെയും യുവതികളുടെയും നമ്മുടെ കുഞ്ഞുങ്ങളുടെയും ഒക്കെ പക്കലേക്ക് എത്തിച്ചു കൊടുത്ത് വരും തലമുറകളെ നശിപ്പിക്കുന്നൊരു പ്രവണത ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കൂടി വരികയാണ്. വിദ്യാലയങ്ങളിൽ അധ്യാപകരെ അനുസരിക്കുകയില്ല, ആത്മീയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ അനുസരിക്കില്ല, മാതാപിതാക്കന്മാരെ അനുസരിക്കില്ല. അവർക്ക് ഏറ്റവും വലുത് അവരുടെ കൂട്ടുകാരും അവരുടെ ബന്ധങ്ങളുമൊക്കെയാണ്. ആ ബന്ധങ്ങളൊക്കെ വഴി എത്രയോ ആളുകൾ ഈ മയക്കുമരുന്നിന് അടിമപ്പെട്ട് തങ്ങളുടെ ഭവനങ്ങളിൽ കഴിഞ്ഞുകൂടുകയാണ്. മാതാപിതാക്കൾ പോലും അറിയുന്നില്ല, കൂട്ടത്തിൽ നടക്കുന്നവർ പോലും ഇതറിയുന്നില്ല ഇവൻ മയക്കുമരുന്നിന് അടിമയാണെന്ന്. തീർത്തും വയലൻ്റായി കഴിയുമ്പോഴാണ് പലപ്പോഴും ഇതിൻ്റെ ഭീകരതയും ഇതിൻ്റെ ദുരന്തവും ഓരോ കുടുംബങ്ങളിൽ മനസ്സിലാക്കി വരുന്നത്. അമ്മയെ ഗർഭിണിയാക്കുന്നു, സഹോദരിയെ ഗർഭിണിയാക്കുന്നു, കൂടെ നടക്കുന്നവരെ ഏത് രീതിയിലാണ് ഉപയോഗിക്കുന്നതെന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മയക്കുമരുന്നിന് അടിമപ്പെട്ടവർക്ക് പോലും തിരിയുന്നില്ല. പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ അവർ പലപ്പോഴും വിശദീകരിക്കാറുണ്ട് ഇങ്ങനെ ഓരോ ക്ലാസ്സുകളിലൂടെയൊക്കെ. എത്രയോ ഭയാനകമാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ നീക്കമെന്ന്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ആത്മീയ നേതാക്കന്മാരെ, നമ്മളെ ഏറ്റവും ശക്തമായ രീതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വഴിപഴപ്പിക്കുന്ന ഈ തിന്മകൾക്കെതിരെ ജാഗ്രതയോടുകൂടി നമ്മൾ പരിശ്രമിക്കണമെന്നും ആ വക തെറ്റുകളിലേക്ക് അകപ്പെട്ടിരുന്നവരെ തിരുത്തുവാൻ സംഘടിതമായിട്ട് കക്ഷിരാഷ്ട്രീയങ്ങൾക്ക് അതീതമായിക്കൊണ്ട് എല്ലാവരും ജാഗരൂകതയോടെ പ്രവർത്തിക്കണമെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. മയക്കുമരുന്നുമായിട്ട് പിടിക്കുന്നവനെ സ്വന്തം രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ടവൻ ഇറക്കിക്കൊണ്ടുപോകാൻ പരിശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ നേതൃത്വത്തിലുള്ളവർ ഇറക്കിക്കൊണ്ടുപോകാൻ പരിശ്രമിക്കുകയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് മയക്കുമരുന്നുമായിട്ട് പിടിച്ച ഒരു വ്യക്തി പറയുന്നത് കേൾക്കാം, ചെറുപ്പക്കാരനാണ്, നിങ്ങളെന്നെ വിട്ടില്ലേലും എൻ്റെ ആളുകൾ എന്നെ ഇറക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചോളുക. പോലീസ് സ്റ്റേഷനിൽ വരെ ഞാൻ വേണ്ടി വന്നാൽ വന്ന് ബോംബിടും. നിങ്ങളിട്ടിരിക്കുന്ന ഡ്രസ്സ് ഇട്ടോട് നിങ്ങൾ എപ്പോഴും നിൽക്കുകയില്ലല്ലോ,
അത് കഴിഞ്ഞാൽ നിന്നെ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുക ചെറുപ്പക്കാരെ. വളരെ വേദനാജനകമായ കാര്യങ്ങൾ അധ്യാപകരെ വെല്ലുവിളിക്കുന്നു. ഈ വക തിന്മകൾക്കെതിരെ പ്രതികരിക്കുന്നവരെ വെല്ലുവിളിക്കുന്നു. ഇതിൻ്റെ ഗൗരവങ്ങളും ഈ വക രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഒക്കെ നമ്മൾ നിയന്ത്രിക്കുവാൻ ഞാൻ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഏറ്റവും വലിയ ചിന്ത നമ്മുടെ അധ്യാപകർക്ക് ചൂരലെടുക്കുവാനുള്ള അധികാരം, നമ്മുടെ മക്കളെ ശാസിക്കുവാനുള്ള സ്വാതന്ത്ര്യം. മുൻകാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ അതുപോലെ ശിക്ഷണത്തിലൂടെ വളർത്തി വരുന്നൊരു തലമുറയെ നമ്മൾ ഈ സമൂഹത്തിൽ സൃഷ്ടിക്കുവാൻ അതിനുള്ള അംഗീകാരവും എല്ലാവിധ പ്രോത്സാഹനങ്ങളും നമ്മുടെ അധ്യാപകർക്ക് കൊടുക്കണമെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. ഈ വക തിന്മകളിലേക്ക് കടന്നു വരുന്നവരെ ഒരു കാരണവശാലും ഒരു രാഷ്ട്രീയക്കാരനോ ആരും സപ്പോർട്ട് കൊടുക്കാതെ അവരെ ഒറ്റപ്പെടുത്തണമെന്നല്ല ഞാൻ പറയുന്നത്, അവരെ സന്മാർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ പരിശ്രമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ തിന്മയെ ജാഗരൂകതയോടുകൂടി കണ്ട് ഇതിനെതിരെ ഒറ്റക്കെട്ടായിട്ട് സമൂഹം നിന്ന് ഇതിനെതിരെ പ്രതികരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മക്കളെ വിശുദ്ധിയിലേക്കും നന്മയിലേക്കുമൊക്കെ അവരുടെ ജീവിതം കൊണ്ടു നടക്കുവാൻ അവരെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.